24 ബ്രേക്കിംഗ്. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം നൽകാതെ വനം വകുപ്പിന് അനാസ്ഥ. 52 കേസുകൾ ഇനിയും കുറ്റപത്രമായിട്ടില്ല. പുതിയ വനമന്ത്രിയും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് വിവരം. കേസിൽ പോലീസ് 41 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിരുന്നത്. എസ് വിനേഷ് കുമാർ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, എന്തുകൊണ്ട് കുറ്റപത്ര സമർപ്പണം വൈകുന്നു എന്നുള്ളതാണ് ഒരു ഒഫീഷ്യൽ വിശദീകരണം. ഹാഷ്മി അസിത, കഴിഞ്ഞ 5 വർഷമായിട്ടും ഇതുവരെയും വനം വകുപ്പിന് ഈ കേസിൽ ഒരു കുറ്റപത്രം പോലും നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. ഇതിനകം തന്നെ കേസ് അന്വേഷിച്ച പോലീസ് 41 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 52 കേസുകളാണ് വനം വകുപ്പ് എടുത്തത്. അതുപ്രകാരം 52 കുറ്റപത്രങ്ങൾ നൽകേണ്ടതുണ്ട്. ഇതിൽ 40-ലധികം കുറ്റപത്രങ്ങളിലും ഈ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ പേരുണ്ട്. അതായത് ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, അതുപോലെ തന്നെ ജോസുകുട്ടി അഗസ്റ്റിൻ, 3 പേർക്കും അതിൽ പങ്കുള്ളത്. നമുക്കറിയാം ഈ കേസിലെ ഏറ്റവും പ്രധാന പ്രതികളും അവർ തന്നെയാണ്. അവർക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്രയും കേസുകൾ. എന്നാൽ ഇതുവരെയും ഒരു കേസിൽ പോലും വനം വകുപ്പിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറെക്കുറെ വനം വകുപ്പ് മന്ത്രി ഇവർക്ക് അനുകൂലമായൊരു നിലപാടായിരുന്നു പലപ്പോഴും സ്വീകരിച്ചിരുന്നത്. റവന്യൂ വകുപ്പും ഏകദേശം ഈ ഒരു നിലപാടിൽ തന്നെയായിരുന്നു. പക്ഷേ പുതിയ വനം മന്ത്രി എത്തിയിട്ട് പോലും ഇതിൽ ഒരു നീക്കുപോക്കും അല്ലെങ്കിൽ യാതൊരു ചലനവും ഇതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഇപ്പോൾ ഈ കേസ് പരിഗണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് കോടതിയിലെത്താനിരിക്കുകയാണ് പോലീസ് കൊടുത്ത കുറ്റപത്രങ്ങളിൽ. പക്ഷേ വനം വകുപ്പ് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഒരു മെല്ലെപ്പോക്ക് നയം തുടരുന്നത് എന്നുള്ളൊരു സംശയമാണ്. കാരണം ശശീന്ദ്രൻ, AK ശശീന്ദ്രൻ വനം മന്ത്രിയായിരുന്ന സമയത്ത് ഈ കേസ് പരമാവധി താമസിപ്പിക്കുകയും പ്രതികൾക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്ത് വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നത് UDF ആയിരുന്നു. അതേ UDF അധികാരത്തിൽ വന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും വനം മന്ത്രി ഇത്രയും പ്രമാദമായ, ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ എന്തുകൊണ്ട് കുറ്റപത്രം കൊടുത്തില്ല, അത് എത്രയും സ്പീഡാക്കണമെന്ന് ഉൾപ്പെടെയുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഹാഷ്മി. ഓക്കെ, വിനേഷ് കുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കുറ്റപത്ര സമർപ്പണം വൈകുന്നു. ഉറപ്പായും വനം വകുപ്പും വനം മന്ത്രിയും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.